ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം. ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 30 ആക്കി. MVD ലീഡ് എന്ന ആപ്പ് വഴിയാകും ഇനി ടെസ്റ്റ് നടത്തുക. ജയിക്കാൻ 18 ഉത്തരങ്ങൾ ശരിയാക്കണം. ആപ്പ് വഴി പരീക്ഷ ജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഡ്രൈവിംഗ് സ്കൂളുകാർക്കും സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. വിവരങ്ങളുമായി വീണ MS ചേരുന്നുണ്ട്. വീണ, ഇപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അക്ഷര, ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ടുള്ള ലേണേഴ്സ് ടെസ്റ്റിലാണ് ചോദ്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. നേരത്തെ 20 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യങ്ങളിൽ 12 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ശരിയാക്കിയാൽ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകുമായിരുന്നു. എന്നാൽ നിലവിൽ 30 ചോദ്യങ്ങളാക്കി ഉയർത്തിയിരിക്കുന്നു. ഈ 30 ചോദ്യങ്ങളിൽ 18 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാക്കണം. മാത്രമല്ല, ഇതിനായിട്ടുള്ള സമയക്രമത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നേരത്തെ 15 സെക്കൻഡ് ആയിരുന്നു സമയമെങ്കിൽ ഇപ്പോൾ അത് 30 സെക്കൻഡ് ആക്കി സമയം മാറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ടെസ്റ്റിന് തയ്യാറാകുന്നവർ, ലേണേഴ്സ് ടെസ്റ്റിന് തയ്യാറാകുന്നവർ MVDയുടെ ആപ്പ്, അതായത് ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പ്ലേ സ്റ്റോറിൽ നിന്നോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇതിൽ നിന്ന് നമുക്ക് സിലബസ് ലഭ്യമാകും. ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനുള്ള ആ ഒരു ചോദ്യങ്ങൾക്കുള്ള പ്രിപ്പറേഷൻ നടത്താൻ കഴിയും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ ടെസ്റ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ ലേണേഴ്സ് ടെസ്റ്റ് നടത്തുക. മാത്രമല്ല, ഒക്ടോബർ 1 മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് നിൽക്കുന്ന, അതായത് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവാൻ എത്തുന്ന ഇവർക്ക് മാത്രമല്ല, ഡ്രൈവിംഗ് സ്കൂളിലെ ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ ഈ MVDയിലെ ഉദ്യോഗസ്ഥർക്കും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യവും നിർബന്ധമായി പറയുന്നുണ്ട്. ഇത്തരത്തിൽ സുരക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നു എന്ന് വേണം ഈ ഒരു മാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ 20 ചോദ്യങ്ങളായിരുന്നു, അതാണിപ്പോൾ 30 ചോദ്യങ്ങളാക്കി ഉയർത്തിയിരിക്കുന്നത്. ശരി, ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 30 ആക്കിയിട്ടുണ്ട്. വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.